നമസ്കാരം കുട്ടികളെ, നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഒരു എലിയെയും പൂച്ചയെയും കുറിച്ചാണല്ലേ നമ്മൾ പഠിച്ചത്. നിങ്ങൾ പാഠഭാഗം നന്നായി വായിച്ചോ? നമുക്കിന്ന് ആ കവിതയുടെ ബാക്കി ഭാഗം പഠിക്കാം. എന്തായിരുന്നു കവിതയുടെ പേര്? എലിയും പൂച്ചയും. രാത്രി ഇര തേടി കാട്ടിൽ പോയ പൂച്ച വലയിൽ കുടുങ്ങി അല്ലേ? പൂച്ച എത്ര ശ്രമിച്ചിട്ടും അത് തളർന്നു പോയതല്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആരെ കണ്ടു? എലിയെ കണ്ടു. പൂച്ച എലിയോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാമോ? ടീച്ചർ ആദ്യം കവിത ചൊല്ലാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് നമുക്ക് ആ കവിതയുടെ അർത്ഥം നോക്കാം. വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ഫലമില്ലാതെ മരിപ്പാറായി. എലിയും പൂച്ചയും അന്യോന്യം ബഹു കലഹികളെന്നൊരു ചൊല്ലതു കൊള്ളാം. കലഹമെനിക്കു ഭവാനോടില്ലതു നലമൊടു നീഹ ബോധിക്കേണം. വലയുടെ ചരടു കടിച്ചു മുറിപ്പാൻ പല പല കൗശലമങ്ങുണ്ടല്ലോ. എലി എന്നല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാളതിവമ്പനതാകും. പലവിധം ഇങ്ങനെ മാർജാരകനുടെ പരവശവാക്കുകൾ കേട്ടൊരു നേരം എലിയത് ബോധിച്ചരികെ ചെന്നത വല കണ്ടിപ്പാൻ വട്ടം കൂടി. അപ്പോൾ പൂച്ച എന്താണ് എലിയോട് പറയുന്നത്? അല്ലയോ എലി, ഞാൻ വലയിൽ അകപ്പെട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് അല്ലേ? ഫലമില്ലാതെ മരിപ്പാറായി. എനിക്ക് വിശപ്പവും ക്ഷീണവും കാരണം ഞാൻ മരിക്കാറായി. എലിയും പൂച്ചയും അന്യോന്യം ബഹു കലഹികളെന്നൊരു ചൊല്ലത് കൊള്ളാം. എലിയും പൂച്ചയും തമ്മിൽ ശത്രുക്കളാണെന്നുള്ള ഒരു ചൊല്ലൊക്കെയുണ്ട്. എന്നാൽ കലഹമെനിക്കു ഭവാനോടില്ലതു നലമുടു നീഹ ബോധിക്കേണം. എന്താണ് പറയുന്നത്? എനിക്ക് ഭവാനോട്, എലിയും പൂച്ചയും ശത്രുക്കളാണെന്ന് എല്ലാവരും പറയുമെങ്കിലും എലിയെ ഭവാൻ, അങ്ങ് എന്ന് ബഹുമാനത്തോടുകൂടി പൂച്ച വിളിക്കുകയാണല്ലേ? ഭവാൻ എന്ന് വിളിച്ചിട്ട് എന്തു പറയുകയാണ്? അങ്ങയോട് എനിക്ക് ഒരു വഴക്കും ഇല്ല എന്ന് പറയുകയാണ്. കലഹം, വഴക്ക്. നിങ്ങൾ ഈ 4 വരികളിൽ 2 വാക്ക് ശ്രദ്ധിച്ചോ? കലഹി, കലഹം. ഈ 2 വാക്കുകളും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നില്ലേ? കലഹി എന്ന വാക്ക് ഈ അടയാളത്തിൽ അവസാനിക്കുന്നു. കലഹം എന്ന വാക്ക് അമ്മടയാളത്തിൽ അവസാനിക്കുന്നു. എന്നാൽ ഇവയുടെ അർത്ഥം വ്യത്യസ്തമാണ്. കലഹം എന്നാൽ വഴക്ക് എന്നാണ് അർത്ഥം. എന്നാൽ കലഹിയോ വഴക്കാളി, കലഹിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഒരേപോലെ തോന്നിക്കുന്ന വാക്കുകളുടെ അർത്ഥവ്യത്യാസം മനസ്സിലാക്കാൻ സാധിച്ചില്ലേ നിങ്ങൾക്ക്? എന്നിട്ട് എന്താവശ്യപ്പെട്ടു? വലയുടെ ചരടു കടിച്ചു മുറിപ്പാൻ പല പല കൗശലം അങ്ങുണ്ടല്ലോ. വലയുടെ ചരട് കടിച്ചു മുറിക്കാനായിട്ട് അങ്ങയുടെ കയ്യിൽ പല പല സൂത്രപ്പണികൾ ഉണ്ടല്ലോ എന്ന് പൂച്ച ചോദിക്കുകയാണ്. അല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാളതി വമ്പനതാകും. എലി ഈ കാര്യത്തിൽ പുലിയെക്കാട്ടിലും മിടുക്കനാണ് എന്നാണ് പൂച്ച പറയുന്നത്. പലവിധം ഇങ്ങനെ മാർജാരകനുടെ പരവശവാക്കുകൾ കേട്ടൊരു നേരം. എന്താണ് ഇത്തരത്തിലുള്ള പൂച്ചയുടെ പൂച്ച ഇങ്ങനെ എലിയെ ഇങ്ങനെ ഓരോന്ന് പുകഴ്ത്തി പറഞ്ഞപ്പോൾ എലി എന്ത് ചെയ്തു? എലിയത് ബോധിച്ചരികെ ചെന്നത വല കണ്ടിപ്പാൻ വട്ടം കൂടി. തന്നെ പറ്റി പൂച്ച പറയുന്നതൊക്കെ കേട്ടിട്ട് എലിക്കാകെ അങ്ങ് സന്തോഷമായി. അപ്പോൾ എലി എന്ത് ചെയ്തു? വല മുറിക്കാനായിട്ട് വട്ടം കൂട്ടി, വല മുറിക്കാനായിട്ട് തയ്യാറായി. ഈ കവിതയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ആപത്ത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നമുക്ക് സഹായിയായി വരുന്നത് നമ്മൾ ശത്രുക്കളായി കരുതിയെന്നവരായിരിക്കാം. ആപത്തിൽ പെടുന്നവർ ശത്രുവായാൽ പോലും നമ്മൾ രക്ഷിക്കാൻ തയ്യാറാകണം. മറ്റുള്ളവരെ സഹായിച്ചും സ്നേഹിച്ചും വേണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടോ?
കണ്ടോ, ഒരു കവിതയിലൂടെ എത്ര മനോഹരമായിട്ടാണ് ഒരു കഥ അവതരിപ്പിച്ചത് എന്ന്. നിങ്ങൾ എല്ലാവരും കവിത നന്നായി ഈണത്തിൽ ചൊല്ലി നോക്കണം. അതുപോലെ പഠന പ്രവർത്തനത്തിലെ അഭിനയിക്കാം എന്ന പ്രവർത്തനം നിങ്ങൾ എല്ലാവരും അഭിനയിച്ചു നോക്കണം കേട്ടോ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.